നിങ്ങളെ ശരിക്കും ആത്മാർത്ഥമായി സ്നേഹിച്ചവരെ നിങ്ങൾ തിരിച്ചറിയാൻ പോകുന്നത് ജീവിതത്തിൽ സന്തോഷമായിരിക്കുന്ന സമയത്തല്ല, നിങ്ങൾ എല്ലാം കൊണ്ടും തകർന്നിരിക്കുന്ന സമയത്താണ്. നിങ്ങൾ ഒരിക്കലും എന്തെങ്കിലും വലിയ സംഭവത്തിനായി കാത്തിരിക്കരുത്. നിങ്ങളുടെ കയ്യിൽ ഉള്ളത് എന്താണോ അത് ഉപയോഗിച്ച് നിങ്ങൾ എവിടെ നിൽക്കുന്നുവോ അവിടെ നിന്ന് ആരംഭിക്കുക. നിങ്ങളുടെ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതോടുകൂടി നിങ്ങൾക്ക് ആ സ്വപ്നത്തിനോടുള്ള ആവേശം നഷ്ടപ്പെടുന്നു. പിന്നീട് ആ സ്വപ്നത്തിലൂടെയുള്ള നിങ്ങളുടെ യാത്രയാണ് ആരംഭിക്കുന്നത്. ആ യാത്ര നല്ലതാകാം, ഒരുപക്ഷെ മോശവുമാകാം. ഏതൊരു കാര്യത്തിനും നിങ്ങൾക്ക് പ്രതീക്ഷ വെച്ച് പുലർത്താം, പക്ഷേ അമിത പ്രതീക്ഷ വെച്ച് പുലർത്തരുത്. കാരണം ആഗ്രഹിച്ച കാര്യം അതുപോലെ നടക്കാതെയാവുകയാണെങ്കിൽ നിങ്ങളുടെ നിരാശയും വളരെ ആഴമേറിയതാകും. നമ്മുടെ ലക്ഷ്യങ്ങൾ പണം കൊണ്ട് മാത്രം നേടാനാകില്ല, നമ്മുടെ കഠിനാധ്വാനം കൂടി അതിന് ആവശ്യമാണ്. ജീവിതത്തിൽ പല വേഷങ്ങൾ നമുക്ക് കെട്ടേണ്ടി വരുന്നു. സ്വപ്നങ്ങൾ പല കാഴ്ചകളും നമുക്ക് കാണിച്ചു തരുന്നു. എന്നാൽ സ്നേഹം എന്നത് നല്ല മനസ്സുള്ളവർക്ക് മാത്രം തരാൻ കഴിയുന്ന ഒന്നാണ്. വിജയികളുടെ കഥകൾ മാത്രം നിങ്ങൾ വായിക്കരുത്. അതിൽ നിന്നും നിങ്ങൾക്ക് സന്ദേശം മാത്രമേ ലഭിക്കുകയുള്ളൂ. പരാജിതരുടെ കഥകൾ കൂടി വായിക്കുക. നിങ്ങൾക്ക് ജീവിക്കാനുള്ള പ്രചോദനം ലഭിക്കും. സ്ത്രീയും പുരുഷനും പുതിയ ബന്ധങ്ങളിൽ എത്തിപ്പെടാനും ഉള്ളതും പഴയതുമായ ബന്ധങ്ങൾ തകരാനുമുള്ള പ്രധാന കാരണം അറിഞ്ഞോ അറിയാതെയോ ഉണ്ടാവുകയോ ഉണ്ടാക്കുകയോ ചെയ്യുന്ന സാഹചര്യങ്ങൾ തന്നെയാണ്. എന്നും നിലനിൽക്കുന്ന സന്തോഷത്തിന് വേണ്ടി പ്രയത്നിക്കുക. അത് നിങ്ങളുടെ ജീവിതം കൂടുതൽ മനോഹരമാക്കും.